സ്നേഹം കൊടുത്തും തിരിച്ചു വാങ്ങിയും നല്ലോണം സഹകരിച്ച് ജീവിക്കണം. സ്നേഹവാക്കുകൾ പറഞ്ഞു ജീവിക്കണം. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വെറുപ്പിന്റെ ഭാഗങ്ങൾ, വെറുപ്പിന്റെ ഏതെങ്കിലും ഭാഷകൾ അത് പൊറുക്കാനും മറക്കാനും കഴിയണം. അതുകൊണ്ട് ആ ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധത്തെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോ ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, ഒരുപാട് വിശദീകരിച്ച ആയത്താണിത് മഹാന്മാർ. ഹുന്ന ലിബാസുൽ ലക്കും, ആ സഹോദരിമാര് പെണ്ണുങ്ങൾ അവര് നിങ്ങൾക്കുള്ള ഉടയാടകളാണ്. വഅൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവർക്കുള്ള ഉടയാടകളുമാണ്. അവരുടെ സുരക്ഷിതത്വം നിങ്ങളെ കയ്യിലാണ്, നിങ്ങളെ സുരക്ഷിതത്വം അവരുടെ കയ്യിലാണ്. വസ്ത്രം ധരിക്കുമ്പോൾ കണ്ടില്ലേ, ഉള്ളിലുള്ള കരകളൊന്നും കാണുന്നില്ലല്ലോ. പോരായ്മകൾ മറച്ചുവെക്കാൻ ഇരുവരും ശ്രമിക്കണം. ഭാര്യയുടെ പോരായ്മ ഭർത്താവ് പറയരുത്, ഭർത്താവിന്റെ പോരായ്മ ഭാര്യ പറയരുത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഭാര്യയുമായി ബന്ധം ചേർന്ന് കൂട്ടുകാർക്കിടയിൽ വന്നിട്ട് സല്ലാപത്തിന്റെ വിഷയങ്ങൾ പറയുന്നവൻ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ടവനാണ്. അത് മൊബൈലിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ പകരുന്നവന്റെ കാര്യം പിന്നെ പറയാനില്ല. എത്ര വൃത്തികേടാന്നറിയോ നിങ്ങൾ? ആളുകൾക്കൊക്കെ ഇങ്ങനെ